ജൈവ കൃഷിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ജൈവ മാലിന്യ നിർമ്മാർജ്ജനമാണ്. അതായത് നമ്മുടെ ജൈവ മാലിന്യങ്ങൾ മുഴുവൻ, നാട്ടിലുള്ള ജൈവ മാലിന്യങ്ങൾ മുഴുവൻ കൃഷിയിടത്തിലേക്ക് വരണം, കാട്ടിലുള്ള ജൈവ അവശിഷ്ടങ്ങൾ മുഴുവൻ കൃഷിയിടത്തിലേക്ക് വരണം, കടലിലുള്ളത് എല്ലാം കൃഷിയിടത്തിലേക്ക് വരിക. ഇതാണ് ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്, ജൈവ കൃഷിയുടെ ബേസിക് പ്രിൻസിപ്പിൾസാണ്. അത് നമ്മൾ പറയുമ്പോൾ കാട് കൃഷിയിടത്തിലേക്ക്, നാട് കൃഷിയിടത്തിലേക്ക്, കടൽ കൃഷിയിടത്തിലേക്ക് എന്ന് പറയും. അതിലെ ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതായത് കടൽ എങ്ങനെയാണ് കൃഷിയിടത്തിലേക്ക് വരിക എന്ന് ആലോചിക്കും. കടൽ മീനുകൾ അതിൻ്റെ വേസ്റ്റ് കമ്പോസ്റ്റാക്കി അതൊരു കമ്പോസ്റ്റ് വളമാക്കി കൃഷിയിടത്തിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇതിനുപയോഗിച്ചിരിക്കുന്ന കമ്പോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാർബൺ കമ്പോസ്റ്റിംഗ് എന്ന് പറയും. മീനിൻ്റെ വേസ്റ്റും ഉമിയല്ല ഉമിക്കരി, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു റിസോഴ്സാണ്. ഈ ഉമിക്കരിക്കകത്ത് മീനിൻ്റെ വേസ്റ്റുമായിട്ട് പെരുട്ടിയിട്ട് അതിനെ കൂന കൊട്ടി വെച്ചാൽ താനെ കമ്പോസ്റ്റ് ആകും. യാതൊരുവിധ സ്മെല്ലും പുറത്തേക്ക് വിടില്ല. ആക്ടിവേറ്റഡ് കാർബണിൻ്റെ ക്വാളിറ്റി അതാണ്. മണം വെളിയിലേക്ക് വിടില്ല. ഫാറ്റ് അതിനകത്തുണ്ട്, പിന്നെ അതുകൂടാതെ പ്രോട്ടീനും ഉണ്ട്. ഫാറ്റും പ്രോട്ടീനും പ്രധാന വിളയായ തെങ്ങിന് അത്യന്താപേക്ഷിതമാണ്. ഇനി ഇത് മാത്രമല്ല ഉപയോഗിച്ചിരിക്കുക, മൈക്രോറൈസ പോലെയുള്ള സൂക്ഷ്മാണുക്കളെ കൂടി ഇതിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേരുകൾക്ക് കൂടുതൽ വലിച്ചെടുക്കാൻ, അതിന് സഹായിക്കുന്ന, മണ്ണിൽ നിന്നും വലിച്ചെടുക്കാൻ പറ്റുന്ന സൂക്ഷ്മാണുക്കളെ കൂടി ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ തെങ്ങുകൾ മുഴുവൻ തിരിച്ചു കൊണ്ടുവരാൻ ഈ ഒരൊറ്റ കമ്പോസ്റ്റിംഗ് മെക്കാനിസം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി.